ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എന്ന അക്ഷരക്കാരുടെ കാർഡാണ്. അപ്പോൾ നമ്മൾ കാർഡ് റിലീവ് ചെയ്യാൻ പോവുകയാണ്. ഈ ടാറോട്ട് എന്ന് പറയുമ്പോൾ ഒട്ടേറെ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു കാർട്ടമൻസിയുടെ ഒരു രൂപമാണ് കേട്ടോ. അതായത് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പുരാതന ജ്യോതിഷം, അതായത് വൈദേശികമായ പുരാതന ജ്യോതിഷമാണ് ഈ ടാറോട്ട്. നമ്മുടെ ഇവിടെ ഇതൊക്കെ നോർത്തിലാണ് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ സ്പ്രെഡായി വരണേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യം നമുക്കറിയില്ല എന്ന് കരുതി ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്ന് ധരിക്കുന്നത് തെറ്റാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപേ അതായത് നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷം തന്നെ അവർ ഈ രൂപത്തിലാണ് ചെയ്തിരുന്നത്. പുരാതന ജ്യോതിഷം എന്ന് പറയാം. ഈജിപ്തിലൊക്കെ 1440 ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്തിയേക്കണതായിട്ട് രേഖപ്പെടുത്തിയേക്കണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ജ്യോതിഷം കവടി നിരത്തി ജ്യോതിഷം ചെയ്യണതിൻ്റെ ഒരു രൂപമാണ്. അതാണ് കാർട്ടമാൻസി എന്ന് പറയുന്നത്. ഈ കാർഡ് രൂപമായതിനാലാണ് ഈ കാർട്ടമാൻസി എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ ഈ ടാറോട്ട് കാർഡ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 3 കാർഡ് സ്പ്രെഡാണ് അവർക്ക് വേണ്ടി. ബി എന്ന അക്ഷരക്കാർക്ക് ഇതൊരു കോമൺ റീഡിംഗ് ആണ് കേട്ടോ. അതായത് പൊതുവായുള്ള റീഡിംഗ് ആണ്. പലരുടെയും നക്ഷത്രങ്ങൾ, തിഥി, പക്കം, അതേപോലെ തന്നെ അവർ ജനിച്ച സമയത്തിനൊക്കെ ആധാരമാക്കിയിട്ടാണ് അവർക്ക് വരണേ ഓരോരോ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ കോമൺ പ്രശ്നമാണ്, അതായത് ഒരു പൊതുവായ പ്രശ്നത്തെയാണ് നമ്മളിവിടെ വായിക്കണത് കേട്ടോ. അപ്പം നമുക്ക് ബി എന്ന അക്ഷരക്കാർക്ക് കിട്ടിയേക്കണത് ആദ്യത്തെ കാർഡ്, അതായത് അവരുടെ പാസ്റ്റ് പ്രസൻറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പാസ്റ്റും പ്രസൻറ്റും എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനം എന്താണ്, അതായത് അവർ പൊരുതിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് അർത്ഥം. അവരിങ്ങനെ എപ്പോഴും സദാസമയം പൊതുവെ വിജയിക്കാനോ അല്ലെങ്കിൽ മത്സരിച്ച് വിജയിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ, അവരുടെ സാഹചര്യമാണ് അത് കേട്ടോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സാഹചര്യമാണത്. അതായത് അത്തരം സാഹചര്യത്തിലൂടെ വരികയോ അല്ലെങ്കിൽ അവർക്ക് എന്തായാലും അനിവാര്യമായ ഒരു കാരണം പൊതുവെ പറയുമ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കണം. അവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താനോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോ അതുമല്ലെങ്കിൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ നിലനിൽപ്പ്, അങ്ങനെയും പറയാം. ഇപ്പോഴത്തെ അവരുടെ നിലനിൽപ്പിലേക്ക് അവർ നല്ല മത്സരിച്ചിട്ട് തന്നെ പൊരുതണം. അതായത് മറ്റൊരാൾ ഇപ്പം നമ്മൾ പറയണമെങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാനെന്നൊരു വ്യക്തി മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് ഒന്നാമതെത്തണമെങ്കിൽ ഒട്ടേറെ കടമ്പ കടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മത്സരിക്കേണ്ടതുണ്ട്. അപ്പം അതേപോലെ തന്നെയാണ് ഈ ബി എന്ന അക്ഷരക്കാർക്ക് മത്സരിച്ചിട്ട് വേണം അവർക്ക് മുന്നേറാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയണത്. അതായത് കഠിനമായൊരു പോരാട്ടത്തിലൂടെയാണ് അവരുടെ വിജയം. അനിവാര്യമായിട്ട് അവർക്ക് വിജയിക്കണമെങ്കിൽ സ്വല്പം കഠിന പ്രയത്നം തന്നെ വേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയണത്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നതും, അതായത് 2 എന്ന് പറയുമ്പോൾ ഒരു വ്യക്തമായ പരിഹാരമില്ലാത്ത ഒരു കാര്യമാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയണത്. അതായത് ഇതിനെ പറയണത് ഇപ്പോഴത്തെ പ്രസൻസ് ആണ് പറയണത് കേട്ടോ. അവരുടെ പ്രസൻ്റാണ് പറയണത്. ഒരു വ്യക്തത ഇല്ലാത്ത, ഒരു പരിഹാരമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് പറയണത്. ഒരു വെല്ലുവിളി നിറഞ്ഞ ജീവിതം തന്നെ പറയാം. വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, വ്യക്തമായ ഒരു എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാരണം ഇതെന്നെ കണ്ടാൽ അറിയാം. 2 വാള അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിരിക്കണ, ഒരു കണ്ണടച്ചിരിക്കണ ഒരു സ്ത്രീയുടെ രൂപം, ബാക്കിൽ അഗാധമായ കടലുണ്ട്, അതുപോലെ തന്നെ മുൻപിൽ കരയുണ്ട്, അതിൽ കസാരയിട്ട് അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കണു. പക്ഷെ ഒരുപാട് കുന്നുകളും മലകളൊക്കെ ആ കടലിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാർഡ് സൂചിപ്പിക്കണത് കണ്ണ് കെട്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം നമുക്ക് ഉൾക്കാഴ്ചയുണ്ട്, പക്ഷേ നമുക്ക് കാഴ്ച മുൻപിലേക്ക് നീങ്ങാനുള്ള ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ പുറം കാഴ്ച
വളരെ നേർത്തതാണ്, അല്ലെങ്കിൽ പുറം കാഴ്ച ഇല്ലാതെ, അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ കാരണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കണ, വെല്ലുവിളി നിറഞ്ഞിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ബി എന്നുള്ള അക്ഷരം, അതായത് മലയാളത്തിൽ ഭരണയുടെ ഭ, ബലൂണിൻ്റെ ബ ഒക്കെ അതിൽ ഉൾപ്പെടും. ഇത് ഞാൻ വീണ്ടും പറയണു, പൊതുവായുള്ള ഒരു റീഡിംഗ് ആണ്. ഇതിൽ നിന്ന് നക്ഷത്രം, തിഥി, പക്കം, കരണം, അതുപോലെ ഇതെല്ലാം വരുമ്പോൾ സമയമെല്ലാം വരുന്ന ചില ആൾക്കാർക്ക് ഇതിൽ നിന്നെല്ലാം മാറാം. നല്ല സാഹചര്യമായിരിക്കാം, അവർക്ക് നല്ല ബെറ്റർ ലൈഫായിരിക്കാം. എന്നിരുന്നാലും ഒരു 50% ആൾക്കാരുടെ ഒരു പൊതുവായ റീഡിംഗ് ആണ് ഞാനിവിടെ എടുത്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ വ്യക്തമായൊരു ധാരണ ഇല്ലാതെ ഇരിക്കണ ഒരവസ്ഥ, ഇരിക്കണോ നിൽക്കണോ അല്ലെങ്കിൽ മുന്നോട്ട് തുഴയണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ബി എന്ന അക്ഷരക്കാർ ഇപ്പോൾ ഉള്ളത് എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയണത്. ഈ ഒരു കാർഡ് എനിക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം അത് നെക്കഡായുള്ള ഒരു സ്ത്രീയും പുരുഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ആദം ഹവ്വ ആ ഒരു സങ്കല്പത്തിലാണ് ദ ലവേഴ്സ് എന്നുള്ള കാർഡ് വരുന്നത്. ആ കാർഡിൻ്റെ അടയാളങ്ങൾ വരുന്നത് ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ പിറകിലുണ്ട്. അത് ഗോഡായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും കരുതാം. പിന്നെ സണ്ണുണ്ട്, പിന്നെ 2 മരങ്ങളുണ്ട്. ഒരു മരത്തിൽ അഗ്നിയാണ്, ഒരു മരത്തിൽ ട്രീ ആണ്, അതായത് ആപ്പിൾ ഭക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ. പിന്നെ ഒരു മലയുണ്ട്, പിന്നെ ഭൂമിയുണ്ട്, ആകാശമുണ്ട്. അങ്ങനെ ഒട്ടേറെ ആ കാർഡിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് എന്താണെങ്കിൽ, ഈ ഒരു വ്യക്തി, അതായത് ബി എന്ന ഒരു വ്യക്തിക്ക് അതായത് ഒരു കൺഫ്യൂഷൻ, അതായത് അയാൾ മറ്റൊരാളുടെ അതായത് മറ്റൊരാൾ പറഞ്ഞത് കേൾക്കാതെ, അതായത് ഫാമിലിയിലായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, സഹോദരിയായിരിക്കാം, ആരുമാവാം. അതായത് ഒരാൾ പറഞ്ഞതനുസരിക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിത്വം എന്ന് പറയാം. അതുകൊണ്ട് സ്വയം എടുത്ത തീരുമാനങ്ങളെ കൊണ്ട് നമ്മൾ പോയി കുഴിയിൽ ചാടുക എന്നൊക്കെ പറയില്ലേ. സ്വന്തം തീരുമാനം, ആര് പറഞ്ഞതും അനുസരിക്കില്ല, അല്ലെങ്കിൽ ആര് പറഞ്ഞതും കേൾക്കില്ല. ഇപ്പോൾ നമ്മൾ ആദം ഹവ്വ തന്നെയാണ്. എങ്ങനെയാണ്, ദൈവം പറഞ്ഞു ആ കനി ഭക്ഷിക്കരുത്, പക്ഷെ അവരത് കേട്ടില്ല. അവരത് ഭക്ഷിച്ച കാരണം കൊണ്ടുണ്ടായ ഒരു ഭവിഷ്യത്ത് പിന്നീട് അവരുടെ ജീവിതത്തിലുടനീളം, കാരണം പിന്നീടാണ് അവർ ശരീരത്തിൽ വസ്ത്രമില്ല നാണം മറയ്ക്കാനൊക്കെ ശ്രമിക്കണത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബി എന്ന ഒരു നാമമുള്ള ഒരാളുടെ അവസ്ഥ. അവർക്ക് അതായത് അവരുടെ ഈ സ്വയംബോധത്തെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിന്തേനെ, അതായത് ആരും അനുസരിക്കാത്ത ഒരു ഭാവത്തെ അവർക്ക് ഉരിഞ്ഞു കളയാവുന്നതേ ഉള്ളൂ. അതായത് വിവസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയൊരു ചിന്തയിലേക്ക് മാറാം എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു ചിന്തയിലേക്ക്, നല്ലൊരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു തുടക്കത്തിന് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ലൈഫിനൊക്കെ തുടക്കമിടാം. പക്ഷെ അവർ ഈ ബന്ധനത്തിൽ നിന്ന്, അതായത് ഈ ഒരു ചിന്തയിൽ നിന്ന്, മറ്റൊരാളുടെ നിയന്ത്രണത്തിലായി പോയാൽ നമ്മൾ സ്വയം ചെറുതാവോ എന്നുള്ളൊക്കെ ഒരു ചിന്ത ഇല്ലേ, അതിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയാണെങ്കിൽ, ഈ ഒരു ബി എന്ന നക്ഷത്രമാണ് വായിൽ വരുന്നത്, ക്ഷമിക്കുക, ബി എന്ന നാമധാരിക്ക് ഇതിൽ നിന്നൊക്കെ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർക്ക് പ്രലോഭനങ്ങളുണ്ട്, ഒട്ടേറെ പ്രലോഭനങ്ങളും പിന്നിൽ അതുപോലെ തന്നെയുണ്ട്. പ്രലോഭനം എന്താണെങ്കിൽ എന്ത് ചെയ്യണം, ഏതെടുക്കണം, ഏത് സ്വീകരിക്കണം എന്നുള്ളൊരു പ്രലോഭനം. അതായത് ഇപ്പോഴത്തെ തൊഴിൽ വിട്ടിട്ട് വേറെ തൊഴിൽ ചെയ്യണോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെ മോശമായിക്കൊണ്ടിൽ പോയിരിക്കണ ഈ അവസ്ഥ ഇതാണ് കാരണം എന്നുള്ള സ്വയം തീരുമാനം. അങ്ങനെ എടുത്തു ചാടി ചെയ്യണ ഒരു പ്രകൃതമാണ് എന്നും പറയാം. അതായത് പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇതിൻ്റെ എല്ലാം സാരാംശം. അപ്പം അതുകൊണ്ട് അത് ഈ എന്ന ബി എന്ന ഒരക്ഷരത്തിലുള്ള ഒരാൾ സ്വയം എടുത്ത് ചാടി തീരുമാനിക്കുന്നതിന് പകരം ഒന്ന് ആലോചിക്കുക, സ്വയം തീരുമാനിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക. എനിക്ക് പറയാനുള്ള കാര്യം, മനസ്സിനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് മുന്നേറാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു സൊല്യൂഷൻ തേടിയെടുത്ത കാർഡും വല്ലാത്തൊരവസ്ഥയിലാണ്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് നിങ്ങളെ തന്നെയാണ് ബന്ധിച്ചു വച്ചേക്കണത്. അല്ലാതെ അതായത് എന്തെന്ന് പറയുക, 8 എന്നത് 8, അതായത് 8 ഓഫ് സോൺസ് എന്നാണ് അതിന് പറയുക. 8 ഓഫ് സോൺസ്. അപ്പോൾ
സ്വന്തം തീരുമാനങ്ങളാൽ കുടുങ്ങിപ്പോയി എന്ന് പറയില്ലേ, അതാണ് ഈ കാണിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ നിയന്ത്രിക്കാനാവാത്ത വികാരം, പൊട്ടിക്കരയാനും എന്താ പറയുക ദേഷ്യപ്പെടാനും കൂടുതൽ ചാൻസാണ് നിങ്ങൾക്കുള്ളത്. നിയന്ത്രിക്കപ്പെടാനാവാത്ത വികാരം അത് കൂടുതലും കാണിക്കുക, ദേഷ്യം ആവും കാണിക്കുക. അത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ ആ സാഹചര്യത്തിൽ കിടന്ന് കുടുങ്ങിപ്പോയി എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് കര കയറാൻ പറ്റാതെ ബന്ധിതനായി എന്ന് പറയാം. കാരണം ബന്ധിതനായത് നിങ്ങളെ തന്നെയാണ് ബന്ധിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതിൽ നിന്നൊക്കെ തടസ്സങ്ങളെ മാറ്റി നിങ്ങൾക്ക് ഇച്ഛാശക്തി കൊണ്ട് മുന്നേറാൻ പറ്റും. നിങ്ങളുടെ മാനസികമായുള്ള ഇത് വിവിധ, അതായത് മതമൊന്നുമില്ല കേട്ടോ, ജാതി മതമൊന്നുമില്ല ഇതിൽ. എല്ലാ അതായത് ഏത് ജാതിയിൽപ്പെട്ട ഒരാളുടെ അവസ്ഥയാണ് പറയണത്. പൊതുവായ റീഡിംഗ് ആണ്. അതിലോ ക്രിസ്ത്യാനോ മുസ്ലിമോ ഹിന്ദു എന്നൊന്നുമില്ല. ആ അക്ഷരത്തിൽ വന്നുള്ള ഏതൊരാളുടെ അവസ്ഥയാണ്. നിങ്ങൾ സ്വയം തീരുമാനത്തിൽ കുടുങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിലനിൽക്കുന്ന ഒരവസ്ഥ. കൂടുതൽ റീഡിങ്ങിന് ആഗ്രഹമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതായത് ഇത് ഒരു 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ അതായത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ഒക്കെ നടത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണണമെങ്കിൽ, എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇത്തരം ഉപയോഗപ്രദമായ അറിവുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആക്കാൻ പറ്റിയുള്ള റെമഡീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.